ഹലോ, നമ്മളിന്ന് പറയാൻ പോകുന്നത് 2021 തൊട്ട് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലോണും പേ ലെറ്ററൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു പേ ലെറ്റർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അതായത് ഒരു മാസത്തേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പ്രോസസ്സിംഗ് ഫീ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് 2% പ്രോസസ്സിംഗ് ഫീ ആണ് അവർ ഈടാക്കുന്നത്. പിന്നെ ഇവരുടെ ലോൺ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവർ 3000 തൊട്ട് 5 ലക്ഷം വരെയുള്ള ലോൺ എമൗണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ 12% തൊട്ട് 36% ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഫീ ആയിട്ട് ഒരു 2% തന്നെ. പിന്നെ ടെന്യൂർ ആണെന്നുണ്ടെങ്കിൽ 3 മാസം തൊട്ട് 36 മാസം വരെയുള്ള ടെന്യൂറും സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ലെൻഡിങ് പാർട്ട്നേഴ്സൊക്കെ ഉള്ള ഒരു അപ്ലിക്കേഷനാണിത്. പിന്നെ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത വഴിക്ക് തന്നെ ഇവരുടെ ലോൺ സെക്ഷൻ നമുക്ക് എനേബിൾ ആവില്ല. ഫസ്റ്റ് ടൈം നമുക്ക് പേ ലെറ്റർ സെക്ഷനിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ലോൺ സെക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നത് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കാം. കാരണം കൂടുതൽ ലോൺ റിലേറ്റഡ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സാലറി ബേസിലുള്ള ലോണൊക്കെ നോക്കി കിടക്കുന്നവരാണ്, ഈ സ്ക്രീൻ കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സാലറി ബേസുള്ള ലോൺ NBFCകളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ EMI കാർഡുകളിലെയും ആമസോൺ, ഫ്ലിപ്കാർട്ട് പേ ലെറ്ററുകൾ, ക്രെഡിറ്റ് കാർഡുകൾ ഇതിലൊക്കെ ലിമിറ്റും കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ അപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് ഫ്രീയോ എന്നാണ്. പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. എന്തായാലും ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. അതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്ത് ഒരു OTP വൈസ് ഒരു വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂസ് ആയിരിക്കും ഫസ്റ്റ് ടൈം തന്നെ കാണിക്കുന്നുണ്ടാവുക. അതായത് നമുക്ക് പേ ലെറ്ററിൻ്റെ സെക്ഷനും അടിയിൽ ലോണിൻ്റെ സെക്ഷനും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലോണിൻ്റെ സെക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ, ഫസ്റ്റ് ടൈം അത് അവൈലബിൾ ആവില്ല, കുറച്ച് നാൾ ആപ്പ് യൂസ് ചെയ്തതിന് ശേഷം അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ പേ ലെറ്ററിൻ്റെ സെക്ഷൻ നമുക്ക് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കാം, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അത്. അപ്പോൾ അതിൽ ആക്ടിവേറ്റ് നൗ എന്ന് പറഞ്ഞ സെക്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ അവർ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ, അതുപോലെ ഈ കറണ്ട് റെസിഡൻഷ്യൽ പിൻ കോഡ് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മന്ത്ലി ഇൻകം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൺഫേം അടിക്കാം. പിന്നെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ അപ്രൂവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അപ്രൂവ്ഡ് കാണിക്കും. എനിക്ക് ഇവിടെ അപ്രൂവ്ഡ് അല്ല, ഞാൻ ഇവിടെ റിജക്റ്റഡ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ സ്റ്റെപ്പ് കാണിക്കാൻ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്രൂവ്ഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവൈസ് ആയിരിക്കും കാണിക്കുക. അതിൽ താഴെ കണ്ടില്ല 5000 രൂപയാണ് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ്, ആൾക്ക് അപ്രൂവൽ കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ യൂസുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ 5000 രൂപ നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് അയക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെയോ അതല്ലെങ്കിൽ പിന്നെ ഷോപ്പുകളിൽ പോയിട്ടോ QR കോഡ് ബേസ് ചെയ്തിട്ടോ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ ബിൽ പേയ്മെൻറ്റ്സ് ആണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത്. അതായത് കറണ്ട് ബില്ല്, ഗ്യാസ്, അങ്ങനത്തെ പേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഇവർ ഈടാക്കുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ 2% ആണ്. അതായത് ഇപ്പോൾ ഇതിലെ ഫുൾ എമൗണ്ട്, അതായത് 5000 ഫുൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് അതിന് 2% ആണ് ഫീ വരുന്നത്. അതായത് ഒരു 100 രൂപ പ്ലസ് GST ഉണ്ടായിരിക്കും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 120 രൂപയിൽ നിൽക്കും എങ്ങനെയായാലും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പേ ലെറ്ററാണ്. കാരണം ഫീ കാര്യങ്ങളൊക്കെ വളരെ കുറവ് വരുന്നുള്ളൂ. പിന്നെ ഇവർ നല്ല പോലെ അങ്ങനെ അപ്രൂവൽ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അപ്രൂവൽ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് ആഡുകൾ കാണിക്കുന്നുണ്ട് ലോൺ ആപ്സിൻ്റെ ഒക്കെ. അപ്പോൾ അതൊന്നും നിങ്ങൾ എടുക്കാൻ നിൽക്കണ്ട. കാരണം അതൊക്കെ വേറെ തേർഡ് പാർട്ടി ആപ്സുകളുടെ ആഡുകളായിരിക്കും. അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ നിൽക്കണ്ട. പേ ലെറ്റർ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ അവരുടെ ലോൺ സെക്ഷൻ ഉണ്ട് അത് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ സെക്ഷൻ ചിലപ്പോൾ ലോക്കായിട്ട് അവർക്ക് എടുക്കുന്നുണ്ടാവും. അത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അപ്ഡേറ്റ് നൗ അടിക്കുക. അപ്ഡേറ്റ് നൗ അടിച്ചതിന് ശേഷം നമ്മുടെ KYC ഡോക്യുമെൻറ്റ്സ് ഒന്ന് വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് പൈസ അയക്കാനുള്ള ഓപ്ഷൻ എനേബിൾ ആവും. പിന്നെ എല്ലാവരും ഒരു ഡൗട്ടായിരിക്കും ഇതിൻ്റെ റീപേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ റീപേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ താഴെ കാണുന്ന ബിൽ സെക്ഷൻ എടുക്കുക. ബിൽ സെക്ഷനിൽ നമ്മളിപ്പോൾ ഒരു മാസം യൂസ് ചെയ്തിട്ടുള്ള ടോട്ടൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് അവിടെ കാണിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഡ്യൂ ഡേറ്റ് വരെ എല്ലാ മാസം 5-ാം തീയതിയാണ്. അപ്പോൾ 5-ാം തീയതിയുടെ ഉള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാണ് വേണ്ടത്. അവിടെ കാണിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പേ ലെറ്റർ കഴിഞ്ഞ വർഷം എടുക്കുന്നവരാണ്, ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ നോക്കുക. RBI അപ്രൂവ്ഡ് ആണ്, വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ ആപ്പ് മുന്നേ യൂസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ മറക്കാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിൻ്റെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കാണിക്കാം. അവരായിട്ട് ജസ്റ്റ് മെയിൽ അയച്ചാൽ മതി.